നമസ്കാരം എൻ്റെ എല്ലാ പ്ലസ് വണ്ണിലെ കുട്ടികൾക്കും. നമ്മളിന്ന് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ നല്ലൊരു ശതമാനവും തീർന്നു. പക്ഷെ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക് ഉണ്ട്. ഫ്രിക്ഷൻ എന്നാണ് ആ ടോപ്പിക്കിന്റെ ഒരു ഫ്രിക്ഷൻ. അന്നേരം ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം കണ്ടിട്ടുള്ള കുട്ടികൾ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എപ്പോഴും ഈസി ആയിട്ടുള്ള ഒരു ഫിസിക്സ് ആയിരിക്കും എൻ്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം നമുക്കിന്ന് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്. ഈ ഫ്രിക്ഷൻ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫ്രിക്ഷൻ എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫ്രിക്ഷൻ എന്ന് ചോദിച്ചാൽ വീണ്ടും നമ്മൾ ഞങ്ങൾ മറന്നുപോയി. ഇനിയും മറക്കാതിരിക്കണം. അന്നേരം ഫ്രിക്ഷന്റെ കുറെ കാര്യങ്ങൾ. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഈ പേന ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഫ്രിക്ഷൻ വേണം. ഇങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ വേണം. ഇതെല്ലാം ഫ്രിക്ഷൻ വേണം. അന്നേരം എന്താണ് ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കാലും സർഫസും താഴെയുള്ള സർഫസും തമ്മിലുള്ള ഒരു ഒപ്പോസിംഗ് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ട്. ഒപ്പോസിംഗ് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കാലും സർഫസും തമ്മിൽ ഒരു ഗ്രിപ്പ് വേണമല്ലോ. ഗ്രിപ്പ് വേണമെങ്കിൽ ഒപ്പോസിംഗ് ആയിട്ടുള്ള റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. അന്നേരം ഫ്രിക്ഷൻ എന്ന് പറയുന്നത് രണ്ട് ലേയേഴ്സിനിടയിലുള്ള ഒപ്പോസിംഗ് ആയിട്ടുള്ള റിലേറ്റീവ് മോഷനെ പറയുന്ന പേരാണ് ഫ്രിക്ഷൻ. ഈ ഫ്രിക്ഷനെ നമുക്ക് ഒരുപാട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഞാൻ ബേസിക് ആയിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്ത് തരാം. ഫ്രിക്ഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടോ? ഫ്രിക്ഷൻ നമുക്ക് ബേസിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇതെല്ലാം ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ നിങ്ങൾ അറിയിക്കണം. ഫ്രിക്ഷൻ സ്മോൾ ഓഫ് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയതുകൊണ്ട് എഫ്എസ് താഴെ എസ് എഴുതി. എഫ്എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. രണ്ട് കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ ഡിനോട്ട് ലെറ്റർ എഫ്. അന്നേരം രണ്ട് തരം ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിനോട്ട് ലെറ്റർ എഫ് എസ് ആണ്. ക്ലിയർ ആയല്ലോ? കൈനറ്റിക് ഫ്രിക്ഷൻ ഡിനോട്ട് ലെറ്റർ എഫ് കെ ആണ്. ഇനി എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? വളരെ ഈസി ആയിട്ട് പറയാം. സ്റ്റാറ്റ് എന്ന് പറയുന്ന വാക്ക് സ്റ്റേഷനിൽ നിന്നാണ്. ഞാൻ ഇങ്ങനെ ചുമ്മാ നിൽക്കുവാണെങ്കിൽ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. അന്നേരം ഒരു വസ്തു റെസ്റ്റിലാണെങ്കിൽ അവിടെയുള്ള ഫ്രിക്ഷനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അങ്ങനെയാണെങ്കിൽ എന്തുമായിരിക്കും കൈനറ്റിക് ഫ്രിക്ഷൻ? കൈനറ്റിക് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാം. ഒരു വസ്തു മൂവ് ചെയ്യുമ്പോഴും അവിടെ ഫ്രിക്ഷൻ ഉണ്ട്. അന്നേരം മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫ്രിക്ഷനെ പറയുന്ന പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഡിനോട്ട് ലെറ്റർ എഫ് കെ. അന്നേരം ഫ്രിക്ഷൻ എന്താന്ന് പറഞ്ഞു? ഫ്രിക്ഷൻ ക്യാൻ ബി ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻടു ടു. ദേ ആർ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഇനി ഈ കൈനറ്റിക് ഫ്രിക്ഷനെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ക്ലാസിഫൈ ചെയ്യും. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഒന്ന് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. Kinetic friction can be again classified into two: sliding friction and rolling friction. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് പിന്നീടൊക്കെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനിൽ ആവശ്യം വരും. അന്നേരം കൈനറ്റിക് ഫ്രിക്ഷൻ ക്യാൻ ബി അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു ഏതൊക്കെയാണ്? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ മുകളിലൂടെ ഒരു വസ്തു ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യാം. സ്ലൈഡ് ചെയ്യാം. നമ്മൾ ഈ ഫോണൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, സ്ലൈഡിങ് ആയിട്ടുള്ള ഫോൺ. ഇങ്ങനെ ഇതിന്റെ മണ്ടയിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്തു. അന്നേരം ഒരു വസ്തുവിന്റെ മുകളിലൂടെ ഒരു വസ്തു സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ്, അത് മൂവ് ചെയ്യുമല്ലേ, അതിനെ പറയുന്ന പേരാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. നമ്മുടെ റോഡിൽ റോളർ കണ്ടിട്ടില്ലേ? ഇങ്ങനെ നമ്മളിലെ ടാറൊക്കെ ചെയ്യുന്ന റോഡ് റോളർ. അന്നേരം ഒരു വസ്തുവിന് മുകളിൽ ഒരു വസ്തു റോൾ ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റോളിംഗ് ഫ്രിക്ഷൻ. അന്നേരം ഫ്രിക്ഷനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതായത് എന്താണ് ഫ്രിക്ഷൻ ഞാൻ പറഞ്ഞു അല്ലെ, ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ആണ്. അന്നേരം നമ്മൾ പിന്നീട് ഫ്രിക്ഷൻ ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും നെഗറ്റീവ് സൈൻ ഒക്കെ എടുത്തു പോകും. അതൊക്കെ കാര്യം പറഞ്ഞു തരാം. പിന്നെ ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻടു ടു: സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, kinetic friction. Kinetic friction can be again classified into two, that is sliding friction and rolling friction. ഇത് എന്താണെന്ന് ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം.
ഓക്കെ, എന്നാലും നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് പരീക്ഷ, കാരണം ഈ ഡയഗ്രം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററും ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ FS, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിൽ FS മാക്സിമം. ഇത് വെച്ച് തന്നെ അതിന്റെ ഡെഫിനിഷൻ പറയാം, എന്നാൽ പോലും ഓർത്തിരിക്കുക. ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ FS മാക്സിമം എന്നാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക, ഇതൊരു ഡയഗ്രം ആണ്, ഒരു ബോഡിയാണ്. ഈ സ്ക്വയർ ഷേപ്പിൽ കാണുന്ന ഒരു ബോഡിയാണ്. ഏത് വസ്തുവിനും ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഏത് വസ്തുവിനും മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് റിയാക്ഷൻ. ഏത് വസ്തുവിനും താഴോട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ആണ് mg. രണ്ടുതരം ഫോഴ്സ് ആക്ട് ചെയ്യും. മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത് എപ്പോഴും റിയാക്ഷൻ ആയിരിക്കും, താഴോട്ട് ആക്ട് ചെയ്യുന്നത് mg ആയിരിക്കും. ഒരു വസ്തുവിട്ട് ഫോഴ്സ് ആണ്, ഒരു വസ്തുവിട്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ FS ആണ്. ഈ പടം ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഇപ്പം ഇതും ഇതോടെ തരും, ആറും FS തരും, ഇത് രണ്ടെണ്ണം നിങ്ങൾ ഫിൽ ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിൽ Fഉം mgയും തരും, ഇത് രണ്ടെണ്ണം ഫിൽ ചെയ്യാൻ ചോദിക്കാം. അന്നേരം പടം നല്ല വൃത്തിയായിട്ട് വരയ്ക്കണം. എന്നിട്ട് എന്താണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഴുതണം. ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു മറ്റൊരു വസ്തുവിനോട് സ്ലൈഡ് ചെയ്യുന്നതിന് മുമ്പേ, ഇപ്പൊ ഒരു വസ്തു വിട്ടിരിക്കുകയാണ്, അങ്ങനെ ഒരു വസ്തു വിട്ടിരിക്കുകയാണ്, ഞാൻ അതിനെ മാക്സിമം റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്, മാക്സിമം ഫ്രിക്ഷൻ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അത് മൂവ് ചെയ്യത്തുള്ളൂ. ആ മാക്സിമം ഫ്രിക്ഷൻ ഫോഴ്സിനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഒരു വസ്തു റെസ്റ്റ് ചെയ്തിരിക്കുന്നു, ആ പേരിൽ തന്നെ ഉണ്ടല്ലോ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ FS മാക്സിമം. ഒരു വസ്തു റെസ്റ്റ് ചെയ്തിരിക്കുന്നു, ആ റെസ്റ്റ് ചെയ്തിരിക്കുന്ന വസ്തുവിനെ നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഫ്രിക്ഷൻ ഫോഴ്സ് കൊടുത്താലൊന്നും അത് മൂവ് ചെയ്യത്തൊന്നുമില്ല, അനങ്ങത്തോലുമില്ല ചിലപ്പോൾ. അന്നേരം മാക്സിമം ഫ്രിക്ഷൻ ഫോഴ്സ് കൊടുത്തിട്ട് ഒരു വസ്തു മറ്റൊരു വസ്തുവിനുള്ളിൽ മൂവ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വസ്തു നീങ്ങുവാണെങ്കിൽ, മൂവ് ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഒരു മാക്സിമം ഫ്രിക്ഷൻ ഫോഴ്സ് കൊടുത്ത് ഒരു ബോഡിയെ മൂവ് ചെയ്യിപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ മറക്കരുത്, FS മാക്സിമം. ഡയഗ്രാം വരച്ചിട്ട് ഡെഫിനിഷൻ എഴുതണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നത് കഴിഞ്ഞ വർഷം എനിക്ക് ഒന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാന്ന് തോന്നുന്നു, കഴിഞ്ഞ വട്ടത്തെ +1 ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ, ഇതൊക്കെ നമുക്ക് പഠിക്കണം. അന്നേരം അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. എളുപ്പമില്ല, ഇത്രയും പഠിച്ച ടോപ്പിക്കുകൾ എളുപ്പമില്ല, നന്നായിട്ട് 1-2 വട്ടം ഒന്ന് കേട്ട് ക്ലിയർ ആക്കുക. അടുത്തത് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, ഉറങ്ങരുത്, അടിപൊളിയായിട്ട് ക്ലാസ് കേട്ട് പഠിക്കണം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. നമ്മൾ ഇതൊക്കെ അങ്ങ് വിട്ടങ്ങ് പഠിക്കും. ലോസ് ഓഫ് മോഷൻ അത് ബാക്കിയുള്ള ടോപ്പിക് എല്ലാം പഠിച്ചിട്ട് ഈ ഫ്രിക്ഷനകത്ത് ഇങ്ങനെയുള്ള ടോപ്പിക്കുകളെല്ലാം വിട്ടുപിടിക്കും, അവിടെ പണി കിട്ടും. അന്നേരം 2 ലോസേ ഉള്ളൂ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഞാൻ പറയുന്നതിനോടൊപ്പം നിങ്ങൾ പറഞ്ഞു പഠിക്കണം. ആദ്യത്തെ ഫസ്റ്റ് ശ്രദ്ധിച്ചേക്കുക, ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് limiting static friction. The magnitude of limiting static friction is independent of area, but depends only on the nature of surfaces in contact. ഒന്നുകൂടെ പറയാം, ചെറുതായിട്ടേ നിങ്ങൾക്ക് എത്തിയിട്ടുള്ളൂ. The magnitude of limiting static friction is independent of area, but depends upon nature of surfaces. എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രിക്ഷനും ഏരിയ ഡിപ്പെൻഡ് ചെയ്തില്ല, പക്ഷേ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ബട്ട് നേച്ചർ ഓഫ് സർഫസ്, സർഫസിന്റെ നേച്ചറിനെ, സ്വഭാവത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം നമ്മുടെ സർഫസ് ചിലപ്പോൾ നമ്മൾ നടക്കുന്ന സർഫസ് റഫ് ആകാം, ചിലപ്പം അത് ഹാർഡ് ആകാം. സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യാം, പക്ഷെ ഏരിയ എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അന്നേരം ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ബട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് സർഫസസ് ഇൻ കോണ്ടാക്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, ഫസ്റ്റ് ലോയിൽ നമുക്ക് തിരുത്താൻ പാടില്ല, തെറ്റാകാൻ പാടില്ല. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ബട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി നേച്ചർ ഓഫ് സർഫസസ് ഇൻ കോണ്ടാക്ട്. ഇത് ഫസ്റ്റ് ലോ. ഇനി നമ്മുടെ സെക്കൻഡ് ലോ ശ്രദ്ധിച്ചേക്കണം. ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ റിയാക്ഷൻ R എന്ന് പറയുന്നത് ക്യാപിറ്റൽ R, അത് തന്നെയാണ് നോർമൽ റിയാക്ഷൻ. സെക്കൻഡ് വൺ, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. അത് നമുക്കൊന്ന് എഴുതിയൂടെ നോക്കാം. ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് FS max ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ സിമ്പിൾ ഇതാണ്.
നോർമൽ റിയാക്ഷൻ ക്യാപിറ്റൽ. ഓക്കെ, പ്രൊപ്പോർഷണാലിറ്റി സൈൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് കൊടുക്കണം. അന്നേരം Fs maximum is equal to പ്രൊപ്പോർഷണാലിറ്റി സൈൻ വരണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് വിളിച്ചത് mu s into r. ഈ mu s നെ പറയുന്ന പേരാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. mu s is called, അറിഞ്ഞിരിക്കേണ്ടതാണ്, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇതാണ് രണ്ട് ലോസ്. ഞാൻ ഒന്നുകൂടെ രണ്ട് ലോസ് കൂടെ പറയാം, പെട്ടെന്ന് നിങ്ങൾ എന്നോടൊപ്പം പഠിച്ചു പറയണം. ഫസ്റ്റ് വൺ, ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ബട്ട് ഡിപെൻഡ്സ് only on the nature of surfaces in contact. Second one, limiting static friction is directly proportional to normal reaction. Fs maximum is directly proportional to R. Fs maximum is equal to mu s into R, where mu s is called the coefficient of static friction. ഇനി അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതോടെ ചേർത്ത് നമുക്ക് പഠിക്കാം. ഈ mu s ന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നോക്കിയേ, ഈ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടെ എഴുതാം. Fs maximum is equal to mu s into R. mu s എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളാണ് mu s is equal to Fs maximum by R അല്ലേ? ഇതിൽ നിന്ന് mu s is equal to Fs maximum divided by R. ഇനി നിങ്ങൾ അതിന്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞേ ഈസി ആയിട്ട്. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ is defined as the Fs maximum എന്ന് പറഞ്ഞാൽ എന്തോന്ന് അറിഞ്ഞിരിക്കണം, എന്താണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ടു ദി R നെ നമ്മൾ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു, സാധാരണ റിയാക്ഷൻ, നോർമൽ റിയാക്ഷൻ. and it is defined as the ratio divided by R, ratio of ഏത് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ടു ദി നോർമൽ റിയാക്ഷൻ. ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉള്ള ഡെഫിനിഷൻ. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ കൂട്ടത്തിൽ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് പഠിച്ചേക്കണം, mu s. ആ ടോപ്പിക് ഞാൻ ക്ലിയർ ആയി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. പഠിക്കണ്ടേ? ഇതേപോലെ ഈസി ആയിട്ട്. അത് 2 ലോ അല്ല 3 ലോസ് ഉണ്ട്, പക്ഷെ എളുപ്പമാണ്. ഓക്കെ വാ, നമ്മള് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു. ഇപ്പൊ എന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇതേപോലെ നമുക്ക് ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ പഠിക്കും. ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ 3 ലോസ് ഉണ്ട്. ആദ്യത്തെ 2 മറ്റേതുപോലൊക്കെ ഏകദേശം ഈസി ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. കണ്ടോ, മറ്റേതുപോലെ തന്നെ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ബട്ട് ഡിപെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് സർഫസസ് ഇൻ കോണ്ടാക്ട്. മറ്റേതുപോലെ തന്നെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വരെ നമ്മൾ ഇവിടെ കൈനറ്റിക് ഫ്രിക്ഷൻ അങ്ങോട്ട് റീപ്ലേസ് ചെയ്യും. ഒന്നുകൂടെ ഞാൻ പറയാം. ഫസ്റ്റ് ലോ, ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ but depends only on the nature of surface in contact. ഏത് ഫ്രിക്ഷൻ ആയാലും ഏരിയ ഡിപെൻഡ് ചെയ്യത്തില്ല, നേച്ചർ ഓഫ് സർഫസിനെ ഡിപെൻഡ് ചെയ്യും. ഇത് ഫസ്റ്റ് ലോ. ഇനി സെക്കൻഡ് ലോ, മറ്റേതുപോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. അത് നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതി നോക്കാം. നിങ്ങൾക്ക് തന്നെ പറയാം. കൈനറ്റിക് ഫ്രിക്ഷൻ ഡിനോട്ട് ലെറ്റർ Fk ഉണ്ടോ? ഡിനോട്ട് ലെറ്ററിൽ ഓർത്തോണം, is directly proportional to normal reaction എന്ന സാധാരണ റിയാക്ഷൻ. Fk is equal to proportionality sign വരണമെങ്കിൽ കോൺസ്റ്റന്റ് ഗുണിക്കണം mu k into R. അവിടെ കിടക്കും. where mu k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പം പറയാം mu s എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിൽ mu k എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കോഎഫിഷ്യന്റ് ഓഫ് kinetic friction. Coefficient of kinetic friction. ഇതാണ് mu k. Clear? Fk is proportional to R. Fk is mu k into R, where mu k is called the coefficient of kinetic friction. ഇതിൽ നിന്ന് mu k കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ Fk is equal to mu k into R. അതിൽ നിന്ന് mu k ക്ക് ഡെഫിനിഷൻ ചോദിച്ചാൽ Fk by R. അത് നിങ്ങൾ എങ്ങനെ ഡെഫിനിഷൻ പറയുന്നു പറഞ്ഞേ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് Fk എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് ഫ്രിക്ഷൻ ടു ദി നോർമൽ റിയാക്ഷൻ.
ലോ പറയാൻ നേരം നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി. ഇത് സെപ്പറേറ്റ് ആയിട്ട് കോയിഫിഷ്യന്റ് ഓഫ് കൈൻഡ് ഡിഫറൻഷ്യൻ ചോദിക്കുവാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ 2 ലോ ഒന്നുകൂടെ പറയാം, റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ, കൈൻഡ് ഡിഫറൻഷ്യൻ, the magnitude of kind diffraction is independent of area but depends only on the nature of surfaces in contact. Clear? രണ്ടാമത്തെ, kind diffraction is directly proportional to normal reaction. Fk is proportional to R. Fk is equal to mu k into R. Mu k into R, where mu k is called coefficient of kind diffraction. മൂന്നാമത്തെ ഒരു ലോ എക്സ്ട്രാ, kind diffraction is independent of relative velocity between surfaces. കൈൻഡ് ഡിഫറൻഷ്യൻ നമ്മൾ നേരത്തെ റിലേറ്റീവ് വെലോസിറ്റി പഠിച്ചിട്ടുള്ളതാണ്. കൈൻഡ് ഡിഫറൻഷ്യൻ ഒരിക്കലും റിലേറ്റീവ് വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അതിനുള്ള റീസൺ ഒക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പറയാം. മൂന്നാമത്തെ ലോ, കൈൻഡ് ഡിഫറൻഷ്യൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ്, ഡിപെൻഡന്റ് അല്ല, ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ ദി സർഫസ്. നമ്മൾ 3 ലോസ് ക്ലിയർ ആയി. ലോസ് ഓഫ് കൈൻഡ് ഡിഫറൻഷ്യൻ എന്ത് രസമായിട്ട് പഠിച്ചു. കാരണം നമുക്ക് ഇത്രയും നമുക്ക് മതി ഒരു ടോപ്പിക്, ഒരു വീഡിയോ. നമ്മൾ ഫ്രിക്ഷൻ പഠിച്ചു, അതിന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ പഠിച്ചു, അല്ലാതെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പഠിച്ചു, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പഠിച്ചു, ലോസ് ഓഫ് കൈൻഡ് ഫ്രിക്ഷൻ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുണ്ട് ഫ്രിക്ഷന്റെ തന്നെ ലൂബ്രിക്കൻസ് പഠിക്കാനുണ്ട്. ഫ്രിക്ഷൻ ഈസ് നെസസറി ഈവിൾ, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ആംഗിൾ ഓഫ് റീപോസ് ഉണ്ട്, ബാങ്കിങ് ഓഫ് റോഡ്സ് ഉണ്ട്, കുറേ ഉണ്ട്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്, ഇതൊക്കെ ഡെറിവേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പതുക്കെ പഠിക്കാം. എന്നാലും ഒരുപാട് സമയം എടുക്കത്തില്ല. പക്ഷെ ഉള്ള ക്ലാസ് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പിനകത്ത് ഇടാം, അടിപൊളിയായിട്ട് പഠിച്ചിരിക്കാം. +1 ജയിക്കാൻ വേണ്ടി പഠിക്കരുത്, ഫുൾ മാർക്ക് മേടിക്കാൻ വേണ്ടി പഠിക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ, സി യു. ഓക്കെ.